ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, തൊട്ട് സൈഡിലായിട്ട് പെരിയാർ ഇങ്ങനെ ഒഴുകുകയാണ്. ആ പിന്നിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് സ്റ്റേ ചെയ്യുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മുറി. അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറിയാണേ. അപ്പോൾ ഇതാണ് ഒരു മുറി. നമുക്കിത് ഈ മുറിയിൽ നിന്ന് നേരെ നമുക്ക് പെരിയാറാണ്. ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്, കുഴപ്പമില്ല. ഒരു ബേസിക് ഫെസിലിറ്റീസൊക്കെ ഉള്ള റൂംസാണ്. ഇതും കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട്. നേരെ നമുക്ക് പുഴയും കാണാം. ഇതാണ് മുറിയുടെ കാഴ്ചകൾ. അവർ ബാത്റൂം തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് കൊള്ളാം. വാഷ്റൂമൊക്കെ നല്ല നീറ്റാണ്. മുറിയും കുഴപ്പമില്ല, ബേസിക്കാണ്, ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല. റേറ്റും വളരെ കുറവാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു കോമൺ ഏരിയ കേട്ടോ. ഡൈനിങ് ഏരിയ ഇവിടെ തന്നെയാണ്. മഴയില്ലാത്തപ്പോൾ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് എന്തായാലും ഇതാണ് സ്പേസ്. ഇവിടെയും ഒരു ചെറിയ വാഷിംഗ് ഏരിയയാണ്. പക്ഷേ ഇവിടെ മൊത്തം 4 മുറികളുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ഒരു ഡോർമെട്രി ഉണ്ട്. ആൾക്കാർ ഒരുപാട് പേരുണ്ടെങ്കിൽ ഡോർമെട്രി പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പം മഴ പെയ്യുന്നു, അതുകൊണ്ട് ആണ്. പിന്നെ എല്ലാ മുറികളും ഏകദേശം ഒരുപോലെ തന്നെ കേട്ടോ സൈസിലൊക്കെ. ഇവിടെയാണ് ഞാൻ ചെയ്യുന്നത്. 3 മുറിയിൽ താഴെ 2 മുറി, മുകളിൽ 2 മുറി, അങ്ങനെയാണ്. ഈ താഴത്തെ മുറിയുടെ പിന്നിലാണ്, താഴെയാണ് ആ പുഴയിലിരുന്ന്, പുഴയുടെ സൈഡിലിരുന്ന് നമുക്ക് ഡൈനിങ്ങിനുള്ള സെറ്റപ്പ്. ഈ ഒരു ഭാഗം നല്ല എന്താ പറയുക, തിക്ക് ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയയാണ്. എന്തായാലും മൃഗങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ആകെ ഈ മുള്ളമ്പല്ലി അങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായ ഈ ഫെറോഷ്യസ് വൈൽഡ് ആനിമൽസ് ഒന്നുമില്ല. പിന്നെ നല്ലൊരു സ്പോട്ടിലാണ് ഈ ഒരു സ്റ്റേ നിൽക്കുന്നത്. നമുക്ക് ആ മുകളിലത്തെ ഭാഗം കണ്ടോ, അതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉള്ളൂ. അതൊരു പോരായ്മ തന്നെയാണ്, കാരണം ഇത്രയും വലിയ സ്റ്റേ അല്ലേ. അപ്പം പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വേറൊരു സ്ഥലം കൂടെ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ 2ാമത്തെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. ഇതും നമ്മുടെ കൂടെയുള്ള അവരുടെ വണ്ടി തന്നെയാണ്. രാത്രിയാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഒരു റോഡ് നല്ല കിടുന്ന റോഡാണ് കേട്ടോ. ഒരു സൈഡിൽ നമ്മുടെ ഇങ്ങനെ പുഴ ഒഴുകുന്നത് കാണാൻ പറ്റും, ഒരു സൈഡിൽ തേയിലത്തോട്ടവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു റോഡിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു വഴിയിലേക്ക് വരുന്നത്. അതായത് ഇവിടെ നേരെ പോയി ഒരു എന്താ പറയുക, ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏലപ്പാറ ടൗണിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേയിൽ നിന്നുള്ള ആ ഒരു ഈവനിങ് ആംബിയൻസ് കേട്ടോ. ഇരുട്ടി തുടങ്ങി. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ ഫുള്ള് വീടിൻ്റെ സൗണ്ടാട്ടോ. നമ്മൾ ജസ്റ്റ് ഇനി കുറച്ച് കഴിയുമ്പോൾ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആവശ്യമുണ്ടെങ്കിൽ ഇവർ ചെയ്തു തരും കേട്ടോ. അപ്പം നമ്മൾ തന്നെ കൊണ്ടുവന്ന് ചെയ്യുന്നതുകൊണ്ട് അതിന് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. റൈഡ് ദ റഷ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. ഫുൾ ചീവിടേണ്ട സൗണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കിളികളുടെ സൗണ്ടും ഉണ്ട് കേട്ടോ. എന്നാലും ഒരു വളരെ എന്താ പറയുക, എല്ലാവരും പറയുന്ന പോലെ നേച്ചർ ഫ്രണ്ട്ലി സൗണ്ട്സൊക്കെ കേട്ട് അങ്ങനെ ഒരു റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്റ്റേ ആയിട്ടാണ്. രാവിലെ ഒഴുക്ക് ഇത്തിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്പീഡിൽ ഒഴുക്കാതെ അവിടെ സൗണ്ടൊക്കെ കേട്ടോ. വിളക്ക് വരുന്നേ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് ഭാഗം. ഇത് അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. അതായത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോൾ ഏലപ്പാറ വഴി ഇതുവഴിയാണ് വന്നിട്ട്. ഈ റോഡ് വന്നിട്ട് അധികം നാളായില്ല. ഇതിനു മുമ്പ് അപ്പുറത്തൊരു റോഡുണ്ടായിരുന്നു, അതാണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റോഡിൽ തിരക്ക് കുറവാട്ടോ. ഇത് നേരെ കുമളിക്ക് പോകുന്ന റോഡാണ്.
ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉള്ള നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെയും മൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മഴ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വണ്ടിയെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്. ആക്ച്വലി നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഞങ്ങൾ മറ്റേ കളർ റെയിൻകോട്ടൊക്കെ ഇട്ട് ജസ്റ്റ് എന്തായാലും ഇറങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇത് 100 രൂപയ്ക്ക് നമ്മൾ വഴിയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ ഇത് വഴിയിലുണ്ട്, അത് എനിക്കറിയായിരിക്കും. അപ്പോൾ അങ്ങനെ 100 രൂപയ്ക്ക് കിട്ടിയത് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളിതിപ്പം എന്തായാലും ട്രിപ്പിന് വന്നതല്ലേ, വേസ്റ്റ് ആയി പോകുമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതാ മഴയുടെ ആ ഒരു ഭംഗി. ശരിക്കും ഇപ്പോഴാണ് ഒരു മൺസൂൺ ട്രിപ്പ് റെഡി ആയത്. ഇന്നലെ വന്നപ്പോൾ കുറേ ഭാഗത്തൊക്കെ നല്ല വെയിലായിരുന്നു, ഇങ്ങോട്ടൊക്കെ കയറി വന്നപ്പോൾ വെയിലായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് നല്ല മഴയാണ്. ഇന്നിപ്പോൾ രാവിലെ ഇതാ ഫസ്റ്റ് മഴ കിട്ടി. ഇത്രയും നേരം മഴയില്ലായിരുന്നു, നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ മഴ തുടങ്ങി. ഇത് അവർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ട്. സൂക്ഷിക്കണം, പിന്നെ അട്ടയും ഉണ്ടാവും. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജോൺസ് ഹെവൻ വാലി എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആംബിയൻസ് തന്നെയാണ്, പിന്നെ നല്ലൊരു കെയർ ടേക്കറാണ്, അതെടുത്ത് പറയണം. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു കെയർ ടേക്കറാണ്. ഇവിടുത്തെ ചെറിയ ചെറിയ പരിമിതികൾ, ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടത് തന്നെ ചെറിയ ചെറിയ പരിമിതികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുഴയോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ്, എപ്പോഴും ചോദിച്ചാലും വന്ന് ക്ലീൻ ചെയ്യുകയും അങ്ങനെ. പിന്നെ ഫുഡ് ഇവരിവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഹോംലി ഫുഡ് അറേഞ്ച് ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഡിന്നർ അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് വലിയ സ്പ്രെഡൊന്നുമില്ല, കോംപ്ലിമെൻ്ററി ആണ്, വലിയ സ്പ്രെഡൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല. ഈ ഒരു പ്രോപ്പർട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ മൊത്തം 7 പേരുണ്ട്. 7 പേർക്ക് 7,000 ആണ് ആയത്. അതായത് 6 പേർക്ക് 6,500 ആണ്, 6 പേർക്ക് വരെ. പിന്നെ ഓരോ പേഴ്സണ് എക്സ്ട്രാ പേഴ്സണ് 500 രൂപ വെച്ചിട്ട്, 500 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു ഇതാണോ ഇതിൻ്റെ താഴെയാണ്. മൊത്തം ഇവിടെ 4 ബെഡ്റൂംസ് ഉണ്ട്. മുകളിലും വേണമെങ്കിൽ നമുക്കൊന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അവിടെ ഒരു ബെഡ് വെറുതെ ഇട്ടിരിക്കുന്നതാണ്. 4 ബെഡ്റൂംസ് ഉണ്ട്. എത്ര പേരായിട്ട് വന്നാലും നമുക്ക് ഈ ഫുൾ ബിൽഡിംഗ് ആയിട്ട് എടുക്കാം. വലിയൊരു ഗ്രൂപ്പാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഡോമെട്രി പോലത്തെ ഒരു സൗകര്യമുണ്ട്, അതിനകത്ത് കുറേ പേർക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. വേറെ നെഗറ്റീവ് ഒന്നുമില്ല. കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാമിലീസിനെക്കാട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഇവിടെ ഫാമിലീസൊക്കെ വരുന്നതായിട്ട് ഗൂഗിൾ റിവ്യൂസിലൊക്കെ ഉണ്ട്, പൊതുവെ നല്ല റിവ്യൂസാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിൽ കുറച്ചുകൂടെ ബാച്ചലർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടെ ഒന്ന് നല്ല ലോൺ ഏരിയയൊക്കെ സെറ്റപ്പ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നതിന്, ഒരു റിസോർട്ട് ഫീലൊക്കെ കിട്ടിയേനെ. ബേസിക്കലി ഇതൊരു ഹോം സ്റ്റേ ആണ്, അപ്പോൾ പിന്നെ റിസോർട്ട് ഫീൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്നാലും ഞാൻ പറയുന്നു, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കിളികളൊക്കെ ഇഷ്ടംപോലെ കിളികളുണ്ട് കേട്ടോ. ഇതിനടുത്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേക്കടിയിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയൊക്കെ ഇതിനടുത്താണ്. പക്ഷേ ഈ കാണുന്നതൊന്നും ഫോറസ്റ്റിൻ്റെ ഭാഗമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജോൺസ് ഹെവൻ വാലിയിലെ ആ ഒരു കുഞ്ഞ് സ്റ്റേയും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റ് പല യാത്രാ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. തുടർന്നും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.